ദേവാമൃതം. നമസ്കാരം. കുട്ടിക്കാലം മുതൽ നാം കേട്ട് വളരുന്ന പല വിധത്തിലുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും അറിഞ്ഞും അറിയാതെയും നമ്മെ നയിക്കുന്നുണ്ട്. അതേ അറിവ് തന്നെയാണ് നാം കേട്ടിട്ടുള്ളതുപോലെ ഏറ്റവും വലിയ സമ്പത്തും. അത് പക്ഷേ പൂർണ്ണതയിൽ എത്തിക്കുവാനായി നമുക്ക് ആർക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. അറിവിനെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കുവാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രയാസമേറിയതാണ് ഈശ്വരനെ അറിയുക എന്നത്. പല വിധത്തിൽ അതിനായി ശ്രമിക്കുന്ന നമുക്ക് ദേവാമൃതം പകരുന്നത് വേറിട്ട വഴിയാണ്. ആ അറിവിൻ്റെ ഒരു പാഥേയത്തിലേക്ക് നമ്മെ ഇവിടെ നയിക്കുകയാണ് ശ്രീ സജീവ് കൃഷ്ണ ഗുരുസാഗരത്തിലൂടെ. ഏവർക്കും സ്വാഗതം. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Get a better future with KR's ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി. കൂടുതൽ വിവരങ്ങൾക്ക് KR's ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി. സാഗരം അറിവിന്റെ സാഗരം ഗുരുസാഗരം. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്കാരം. സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചൊരു അനുഭവം പറയുകയുണ്ടായി. ഒറ്റ മകനായിട്ട് വളർത്തിക്കൊണ്ടുവന്നവനാണ്. ഒരുപാട് കാലം വൈകി ഉണ്ടായ കുട്ടിയുമാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും അവന് ആവശ്യത്തിലേറെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്തു. അവൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഇവർക്കൊക്കെ വലിയ സഹായിയുമായിരുന്നവൻ. അച്ഛനും അമ്മയ്ക്കും അതോർത്തിട്ട് വലിയ അഭിമാനവുമായിരുന്നു. ഇവൻ അവസാന കാലത്ത് നമുക്ക് താങ്ങും തണലുമായിരിക്കും എന്നവർ അവനെക്കുറിച്ച് പ്രതീക്ഷകൾ ഉണ്ടായി. പക്ഷേ ഒരു 15-16 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ പ്രകൃതത്തിൽ പെട്ടെന്ന് മാറ്റം സംഭവിച്ചതായിട്ട് അദ്ദേഹം കണ്ടു. ഇവന് അച്ഛനോടും അമ്മയോടും നല്ല ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. അവൻ്റെ ഇടപെടലുകൾ മുഴുവനും ഈ ഇൻ്റർനെറ്റും ഐഫോണും ഒക്കെയാണ്. അതിലൂടെ ഉള്ള ബന്ധങ്ങളല്ലാതെ തൊട്ട അയൽവക്കത്ത് ആരാണ് താമസിക്കുന്നതെന്ന് പോലും അവൻ നോക്കുക പോലും ചെയ്യുന്നില്ല. മാത്രവുമല്ല, എന്ത് പറഞ്ഞാലും അത് തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തലായിട്ടാണ് അവൻ കാണുന്നത്. എന്തെങ്കിലും ഒരു സഹായം ചെയ്യുവാനായിട്ട് വീട്ടിൽ പറഞ്ഞെന്നാൽ ഇവൻ ചോദിക്കും, നിങ്ങൾ എന്നെക്കൊണ്ട് അടിമവേല ചെയ്യിക്കുകയാണോ? നീയാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കുന്നത് എന്താണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണോ ജനിച്ചത്? നിങ്ങളെ അവസാനം നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടാണോ ജനിച്ചത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവൻ ചോദിക്കുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഇവൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ ഈ സുഹൃത്ത് ഇവനെ വിളിച്ചിരുത്തി പല കാര്യങ്ങളും ഉപദേശിക്കാൻ നോക്കി. ഇവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ആരുടെയും സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ അറിയാം, അതുകൊണ്ട് എന്നെ ആരും ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ചു. ഈ അച്ഛനും അമ്മയും അന്ന് രാത്രി മുഴുവനും കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവരൊരു തീരുമാനമെടുത്തു, ഇവനെ നേർവഴിക്ക് കൊണ്ടുവന്നേ സാധിക്കൂ. രാവിലെ ഇവൻ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ പുറത്തിറങ്ങി ചെന്ന് നോക്കി, പത്രം വന്നിട്ടുണ്ടോ നോക്കി, വന്നിട്ടില്ല. തിരികെ അവൻ്റെ ടേബിളിൽ ഒരു കപ്പ് ചായ എല്ലാ ദിവസവും എത്തുന്നതാണ്, അതും വന്നിട്ടില്ല. അവന് ദേഷ്യമായി. ആഹാ, എല്ലാവരും കൂടി എന്നെ അങ്ങ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചവൻ ബഹളം ഉണ്ടാക്കി. ഈ പിതാവ് അവനോട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല,
ചില കാര്യങ്ങൾ നീ ബോധ്യപ്പെടാനുണ്ട്. നീ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയത് പത്രമാണ്. നീ ഇന്നലെ പറഞ്ഞു നിനക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന്. നീ ചെന്ന് തിരഞ്ഞ ആ പത്രം ഒരുപാട് പേര് ഉറക്കമിളച്ചിരുന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ സഹായമില്ലാതെ നിനക്കത് വായിക്കാൻ സാധിക്കില്ല. ഇനി പത്രം ഓഫീസിൽ നിന്ന് വെളുപ്പിന് സൈക്കിൾ ചവിട്ടി അത് എടുത്തുകൊണ്ട് വന്നത് ഒരു പത്രം ഏജൻറ്റാണ്. അയാളുടെ സഹായം കൊണ്ടാണ് അതിവിടെ എത്തിയത്. നീ രാവിലെ ടേബിളിൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ച ആ ചായ, അത് എത്ര പേരുടെ ജീവിതമാണ്. തേയില നട്ട് വളർത്തുന്നവർ, അത് കൊളുന്ത് നുള്ളിയെടുക്കുന്നവർ, അത് ഉണക്കുന്നവർ, അത് പൊടിക്കുന്നവർ, അത് പാക്കറ്റിലാക്കുന്നവർ, അത് വണ്ടികളിലാക്കുന്നവർ, അതിൻ്റെ കണക്കെഴുതുന്നവർ, ഇത് കടകളിൽ കൊണ്ടു കൊടുക്കുന്നവർ, ഈ കടയിൽ ചെന്ന് നാം വാങ്ങിക്കുമ്പോഴത്തേക്ക് നാം ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ, ആ ജോലി തരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നമുക്ക് ജോലി തന്നിട്ട് പണം തരുന്ന അതിനൊരു ഉടമ, ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ചെറിയ ടീസ്പൂൺ തേയിലയ്ക്ക് പിന്നിലിരിപ്പുണ്ട്. പാലിൻ്റെ പിന്നിൽ അങ്ങനെ ആൾക്കാരിരിപ്പുണ്ട്. നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്ന പാത്രം എത്രയോ പേരുടെ പ്രയത്നമാണ്. അപ്പം ഇത്രയും പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ ഭൂമിയിൽ എല്ലാവരും ഇതുപോലെ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം സഹായിച്ച് ആണ് ജീവിക്കുന്നത്. ഒരു ബന്ധത്തെയും നമുക്ക് എനിക്ക് നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തൂത്തെറിയാനായിട്ട് സാധിക്കില്ല. ഭൂമിയിൽ എല്ലാവർക്കും അവരവരുടേതായ റോളുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ അനുഷ്ഠിക്കാനുള്ളത്. ഇത് നീയൊന്ന് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് അവനിൽ സാരോപദേശ കഥകളിലൂടെയൊക്കെ എത്തിച്ച ഒരു ധാർമ്മിക ബോധമാവാം ആ കുട്ടിയെ ഒന്ന് മാറി ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. കുറച്ചൊക്കെ അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ഈ സുഹൃത്ത് വലിയ സന്തോഷത്തോടു കൂടി പറയുകയുണ്ടായി. ഈ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മോൻ വഴിതെറ്റി പോയപ്പോൾ പറഞ്ഞു കൊടുത്ത ആ ഉദാഹരണത്തിനുള്ളിൽ ദൈവദശകത്തിലെ 4-ാമത്തെ പദ്യത്തെ കണ്ടു ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിയോട് 4-ാമത്തെ പദ്യത്തിൽ പറയുന്ന കാര്യം, ആ സത്ത ഇത് തന്നെയാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് എന്നുള്ളിലാകണം. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാം. ആഴിയിൽ നിന്നുണ്ടാകുന്ന തിര, ആ തിരയുണ്ടാകാൻ കാരണമായ കാറ്റ്, ഈ ആഴിയെ താങ്ങി നിർത്തുന്ന അതിൻ്റെ ആഴം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇത്തരം ബന്ധം നമ്മളും ഈ ലോകമായയും അതിന് അധികാരിയായിരിക്കുന്ന ദൈവവും തമ്മിലുണ്ട്. അപ്പോൾ ഈ അഭേദം, ആ അഭേദത്തെക്കുറിച്ചിട്ടാണ്, ആ ബന്ധപ്പെടലിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ 4-ാമത്തെ പദ്യത്തിൽ പറയുന്നത്. പദ്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നാളെ സംസാരിക്കാം. ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക്. സാഗരം അറിവിൻ്റെ സാഗരം. ലോകവാസനകളിലേക്ക് ഇനി ഉണരരുത്, അറിവിൽ ഉറക്കം വന്നു പോകാതെ ഇരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Get a better future with KR's ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി. കൂടുതൽ വിവരങ്ങൾക്ക് KR's ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തൊഴുവാനൂർ വളാഞ്ചേരി. ദേവാമൃതം.